മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും, സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഈ നിയമം പലപ്പോഴും ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് അപകടം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. ഹൈഡ്രോപ്ലേനിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാം. ഇതിനു പുറമെ ടയറുകളുടെ അവസ്ഥയും വളരെ നിർണായകമാണ്. തേയ്മാനം സംഭവിച്ച ത്രെഡുകളുടെ ആഴം കുറഞ്ഞ ടയറുകൾക്ക് വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള പമ്പിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുതിയ ടയറുകൾ സെക്കൻഡിൽ ഗാലൻ കണക്കിന് വെള്ളം പുറന്തള്ളുമ്പോൾ പഴയ ടയറുകൾ ആ വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങാൻ മാത്രമേ ഉപകരിക്കൂ. വാഹനങ്ങളിലെ ടയർ പ്രഷറുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയും ഇവിടെ തിരുത്തേണ്ടതുണ്ട്. മഴക്കാലത്ത് ടയറിലെ കാറ്റ് കുറച്ചാൽ റോഡിൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. കാറ്റ് കുറഞ്ഞ ടയറുകളുടെ മധ്യഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുകയും അവിടെ കൂടുതൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടയാവുകയും ചെയ്യുന്നത് ഹൈഡ്രോപ്ലേനിംഗ് സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ കാറ്റില്ലാത്ത ടയറുകൾ വേഗത്തിൽ ജലപാളിക്ക് മുകളിലേക്ക് ഉയർത്തപ്പെടും. കൂടാതെ ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് ഈ പ്രതിഭാസത്തിന് വിധേയമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആധുനിക വാഹന സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നിട്ടും പ്രകൃതിയുടെ ഈ നിയമത്തിന് മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് വിപണിയിലിറങ്ങുന്ന മിക്ക കാറുകളിലും ABS, ഇലക്ട്രോണിക്സ് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മികച്ച ഗ്രിപ്പ് നൽകുന്ന സിലിക്ക സംയുക്തങ്ങൾ അടങ്ങിയ പുതിയ കാലത്തെ ടയറുകളും വിപണിയിൽ ലഭ്യമാണ്. ഇവയൊക്കെ അപകട സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുന്നുണ്ടെങ്കിലും ഹൈഡ്രോപ്ലേനിംഗ് സംഭവിക്കുന്ന സമയത്ത് റോഡും ടയറും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാത്തതിനാൽ ഈ ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. സമ്പർക്കമില്ലാത്ത അവസ്ഥയിൽ സെൻസറുകൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനോ ബ്രേക്കുകൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഴക്കാലത്തെ ക്രൂയിസ് കൺട്രോൾ ഉപയോഗം. നനഞ്ഞ റോഡുകളിലൂടെ പോകുമ്പോൾ ഒരിക്കലും ക്രൂയിസ് കൺട്രോൾ സംവിധാനം ഉപയോഗിക്കാൻ പാടില്ല. ഹൈഡ്രോപ്ലേനിംഗ് സംഭവിക്കുമ്പോൾ ടയറുകൾക്ക് ഗ്രിപ്പ് നഷ്ടപ്പെട്ട് വാഹനം തെന്നി മാറുന്നതിനൊപ്പം പഴയ വേഗത നിലനിർത്താനായി ക്രൂയിസ് കൺട്രോൾ സംവിധാനം വീണ്ടും ആക്സലറേറ്റ് ചെയ്യുന്നത് അപകടത്തിന്റെ തീവ്രത ഭയാനകമായി വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇനി ഹൈഡ്രോപ്ലേനിംഗ് മൂലം നിങ്ങളുടെ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അഥവാ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കാം. ഇവിടെ ഡ്രൈവറുടെ സംയമനവും മനസാന്നിധ്യവുമാണ് ഏറ്റവും പ്രധാനം. വാഹനം തെന്നിമാറുന്നു എന്ന് മനസ്സിലാക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഭയം മൂലം ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം ശക്തിയായി ബ്രേക്ക് ചവിട്ടുകയും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ 2 പ്രവൃത്തികളും വാഹനത്തെ പൂർണ്ണമായും വട്ടം കറക്കാനും മറിയാനും കാരണമാക്കും. അത്തരം സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരാകാതെ ആക്സിലറേറ്ററിൽ നിന്ന് കാൽ സാവധാനം പിൻവലിക്കുകയാണ് ആദ്യം വേണ്ടത്.
ബ്രേക്ക് ചവിട്ടാതെ തന്നെ വാഹനത്തിന്റെ വേഗത സ്വാഭാവികമായി കുറയാൻ അനുവദിക്കുക. സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ച് വാഹനം മുന്നോട്ട് പോകേണ്ട ദിശയിലേക്ക് മാത്രം നേരെ പിടിക്കുക. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വാഹനത്തിന്റെ വേഗത കുറയുകയും ടയറുകൾ വീണ്ടും റോഡിലെ പ്രതലവുമായി സമ്പർക്കത്തിൽ വരികയും ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. ആ നിമിഷം മുതൽ വാഹനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം വീണ്ടും നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി തിരിച്ചെത്തും. ചുരുക്കത്തിൽ മഴക്കാലത്ത് ഡ്രൈവിംഗ് എന്നത് നിരന്തരമായ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ്. മഴ പെയ്യുമ്പോൾ റോഡുകൾക്ക് തികച്ചും പുതിയൊരു സ്വഭാവം കൈവരുന്നു എന്ന സത്യം നാം അംഗീകരിക്കണം. മഴക്കാലത്തിന് മുന്നോടിയായി വാഹനത്തിന്റെ ടയറുകളുടെ തേയ്മാനം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഓരോ വാഹന ഉടമയുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഒരു സാധാരണ നാണയം ഉപയോഗിച്ച് വളരെ ലളിതമായി വീട്ടിൽ വെച്ച് തന്നെ ടയറുകളുടെ ത്രെഡ് ഡെപ്ത് അഥവാ ചാലുകളുടെ ആഴം പരിശോധിക്കാൻ കഴിയും. നാണയത്തിന്റെ ഒരു വശം ടയറിന്റെ ചാലിലേക്ക് വെക്കുമ്പോൾ അതിന്റെ വലിയൊരു ഭാഗം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ടയർ മാറ്റാനായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാത്തിനുമുപരിയായി മഴയുള്ള സമയങ്ങളിൽ ഹൈവേകളിലൂടെയും മറ്റും സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന്റെ വേഗത ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് ഹൈഡ്രോപ്ലെയിനിങ്ങിനെ അകറ്റി നിർത്താനുള്ള ഏറ്റവും മികച്ചതും പ്രായോഗികവുമായ പ്രതിവിധി. നമ്മളുടെയും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് യാത്രക്കാരുടെയും ജീവന് വിലയുണ്ട്. പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് മുന്നിൽ നമ്മുടെ വാഹനങ്ങളുടെ കരുത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പരിമിതികളുണ്ടെന്ന തിരിച്ചറിവോടെ വേണം സ്റ്റിയറിംഗിന്റെ പിന്നിൽ ഇരിക്കാൻ. അപകടരഹിതമായ ഓരോ നിരത്തുകൾക്കുമായി നമുക്ക് ഒത്തുചേരാം, ഒപ്പം സുരക്ഷിതരായി യാത്രയും ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.